അന്ധകാരത്തിന്റെ പുതുവെളിച്ചം. രക്തബന്ധം എവിടെ, മനുഷ്യത്വം എവിടെ, പറയൂ സോദരരെ. പീഡനം, സർവത്ര പീഡനം. സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ് എന്നുദ്ഘോഷിക്കുന്നവരെ പറയൂ, പറയൂ. അമേരിക്കയിൽ പീഡനം ചായ കുടിക്കും പോലെ എന്നാരോ പറഞ്ഞു. ഇവിടെയോ കള്ളു കുടിക്കും പോലെ. അന്ധകാരത്തിന്റെ പുതുവെളിച്ചം, അന്ധകാരത്തിന്റെ പുതുവെളിച്ചം. അയ്യോ മല്ലിയോ, എന്തു പറ്റി മല്ലിയെ? എന്തിനാ കരയുന്നേ? ആ, എന്റെ കവിത ഫീൽ ചെയ്തല്ലേ? എനിക്ക് സന്തോഷമായി. ഈ കവിത ഞാൻ അവാർഡിന് അയക്കുന്നുണ്ട്. കവിതയൊന്നുമല്ല, വീട്ടിൽ മൊത്തം പ്രശ്നമാ. രൂപേഷേട്ടനും അപ്പനും അമ്മ എപ്പോഴും എന്നെ അങ്ങ് വഴക്ക് പറയുക. എന്നാ മല്ലിക പോ, എനിക്ക് ഇച്ചിരി എഴുതാനുണ്ട്. അമ്മയും ചേച്ചി എവിടെ? എന്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടേ പറ്റുള്ളൂ. എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം. മല്ലിക പോ, അവർ വിടില്ല. ഇതെന്താ കൗൺസിലിംഗ് സെന്റർ ആണോ? വീട്ടിലും പ്രശ്നം, നാട്ടിലും പ്രശ്നം. പിന്നെ അർജുനേട്ടന്റെ കവിത കേൾക്കുമ്പോഴാ ഒരു സമാധാനം കിട്ടുന്ന മനസ്സിന്. അർജുനേട്ടൻ ടെറസിൽ നിന്ന് കവിത പറയത്തില്ലേ? അപ്പൊ ഞാൻ ജനാല തുറന്നിട്ട് കേൾക്കാറുണ്ട്. അല്ല സത്യം. അയ്യോ അല്ല അല്ല, പിന്നെ കുഞ്ഞിനെ ഉറക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ അന്ന് മല്ലി വന്ന് എന്നെ തെറി വിളിച്ചില്ലായിരുന്നു? ഓ, അത് പിന്നെ കുഞ്ഞ് ഉറങ്ങാനായിട്ട് വഴക്കിട്ടപ്പോ ഞാൻ അങ്ങ് പറഞ്ഞു തട്ടെ. സത്യം പറയട്ടെ, അർജുനേട്ടന്റെ ഒരു ആരാധികയാ ഞാൻ. അയ്യോ, എന്തോ അർജുനേട്ടാ? എനിക്ക് ആരാധിക്കോ? നീ എങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ. ഓഫീസിലും വീട്ടിലും എല്ലാവർക്കും എന്റെ കവിത പരമപുച്ഛവാ. അറിയാവോ എന്തുവാ? ഞാൻ കവിത എഴുതിയ പേപ്പർ കൊണ്ട് അമ്മ കോഴിത്തീട്ടം തുടച്ചിട്ടുണ്ട്. അതുപോലെ എന്റെ സ്വന്തം ഭാര്യ ഞാൻ എഴുതിയ കവിത എഴുതിയ പേപ്പറിനകത്താ മീൻ വെട്ടിയ എന്റെ മിച്ചം എല്ലാം കൂടെ കളയുന്നത്. അർജുനേട്ടൻ അറിയാവോ, എന്റെ ഭർത്താവില്ലേ രൂപേഷേട്ടൻ, ഒരു വരി പോലും തികച്ചെഴുതുകയല്ല. കലാബോധം എന്ന് പറഞ്ഞാൽ തൊട്ട് തീണ്ടിയിട്ടില്ല അർജുനേട്ടാ. ബ്ലഡി ഫൂൾ അല്ലേ? അർജുനേട്ടാ, അതെ, എനിക്ക് ഞാൻ പറഞ്ഞ തരുമോ? എനിക്കൊരു ഓട്ടോഗ്രാഫ് തരുമോ? തരുമോ? എന്തൊരു വളർച്ചയാ എന്റെ ജീവിതത്തിന്. അല്ലെങ്കിൽ വേണ്ട, കൈ തന്നാ. എഴുതന്നേ. കനലല്ല, കനവാണ് ജീവിതം. മഹാകവി അർജുനൻ. പോരെ? പോരാ. പിന്നെ എനിക്ക് അതിന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോയും കൊണ്ട് എടുക്കണം. ഇപ്പം എടുക്കാം ഫോട്ടോ. ഒരു മിനിറ്റ്. റെഡി അല്ലേ? ഇനി ഞാനും ഒരു ഫോട്ടോ എടുക്കട്ടെ? വേണോ? എന്റെ ആദ്യത്തെ ആരാധികയല്ലേ? എന്നാ ശരി. ഇനി ഞാൻ പോട്ടെ അർജുനേട്ടാ. അമ്മയും ചേച്ചി വന്നിട്ട് വരാം. പിന്നെ വരാം. മല്ലിക ഇരിക്ക്. എന്റെ പുതിയ കവിത കാണാമറയത്തെ നീർക്കോലി ഞാൻ ഒന്നുകൂടെ പാടാം. എനിക്ക് ചോറ് വെക്കണം. രൂപേഷേട്ടനുണ്ടെന്നേ വീട്ടില്. ഇന്ന് രൂപേഷ് വെക്കും. മല്ലിക ഇരിക്ക്. ഞാനേ തൽക്കാലം ഈ ഒരു കവിത പാടാം. എന്റെ ആരാധിക ഇരിക്ക്. പാടട്ടെ. അന്ധകാരത്തിന്റെ പുതുവെളിച്ചം. രക്തബന്ധം എവിടെ, മനുഷ്യത്വം എവിടെ, പറയൂ സോദരരെ. പീഡനം, സർവത്ര പീഡനം. സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ് എന്നുദ്ഘോഷിക്കുന്നവരെ പറയൂ. ലാൽസലാം. ലാൽസലാമോ? എന്തോ എന്റെ ലാൽസലാം എന്തോന്ന് അറിയണമല്ലോ. എന്തോടാ ഇവിടെ? വിളിച്ചടി, ഞാൻ ചോദിക്കട്ടെ. എന്താണ് ഇവിടെ? ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ എന്താ? പീഡനം, സർവത്ര പീഡനം, പീഡനം, സർവത്ര പീഡനം. നീ പീഡിപ്പിച്ചോ അവനെ? ഞാൻ ഒന്നും ചെയ്തില്ലമ്മേ. ആഹാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ വരരുതെന്ന്? അത് ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയം നോക്കി നീ എന്തിനാണ് ഇവിടെ വന്നേ? ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ അമ്മേ. നിന്റെ കണ്ണൊക്കെ ചുമന്ന് നടക്കുന്നുണ്ടല്ലോ. നീ എന്താ കരഞ്ഞോ? അതെ, കരഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. ഞാൻ എന്റെ വീട്ടിൽ ഒരു പ്രശ്നം പറയാൻ വേണ്ടി വന്ന അമ്മേ. വന്നപ്പോ നിങ്ങളില്ല. അപ്പൊ കുറച്ച് ടൈം പാസ് ആവട്ടെ എന്ന് വിചാരിച്ച അർജുനേട്ടന്റെ കവിത കേട്ടു.
അത്രേ എന്തോ ഉള്ളൂ. എന്തോ നിന്റെ വീട്ടില് പ്രശ്നം പറയാൻ വേണ്ടി വന്നതാ ഞാന്. അയ്യോ എന്തുവാ മോളെ നിന്റെ വീട്ടിൽ പ്രശ്നം? മക്കളവിടെ ഇരുന്ന് ചോദിക്കട്ടെ. അയ്യോ നമ്മളിതൊന്ന് തീർത്ത് കൊടുക്കണ്ടേ മോളെ? ഇനി വന്നേ. എന്തുവാ എന്തുവാന്ന് ചോദിച്ചേ? അമ്മേ രൂപേഷേട്ടനും തന്നെ അമ്മേ പ്രശ്നം. ആ ഇന്നലെ തന്നെ രൂപേഷേട്ടൻ മീൻ വാങ്ങിച്ചോണ്ട് വന്നേ. ഞാൻ കഴിക്കാത്തതും അമ്മ കഴിക്കുന്നതും. ശ്ശോ, 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 ശ്ശോ. ഞാൻ ഒരു പിടി ചോറുണ്ടിട്ടില്ല അമ്മ ഇന്നവരെ. അയ്യോ കഷ്ടം. മൂക്ക് വിശക്കുന്നു. എന്നാ ഇവിടുന്ന് ഇച്ചിരി ചോറ് തരട്ടെ? വേണ്ട അമ്മേ, പിന്നെ മതി. ഈ പ്രശ്നം ഒന്ന് തീർത്ത് തരണേ. നമ്മുടെ കുടുംബം ഒരു മാതൃകാ കുടുംബമായി നമുക്ക് അഭിമാനിക്കാം അല്ലേ അമ്മേ? പിന്നെ നമ്മുടെ കുടുംബം നമ്മളെ കണ്ടുപിടിക്കും. അതെ. ഈ പ്രശ്നം എങ്ങനെ പോയാലേ ആ. ഡൈവോഴ്സ് എടുക്കും ഞാൻ. അയ്യോ അങ്ങനൊന്നും പറയില്ലേ മോളെ. അയ്യോ അത്രത്തോളം ഒന്നും വേണ്ട കേട്ടോ. എന്നിട്ട് മീൻ എന്തോ ചെയ്തു പിന്നെ? മീൻ കറിയൊക്കെ വെച്ച് കൊടുത്തു. അമ്മയും മോനും കൂടെ തിന്നോ? ആ ദൈവമേ, നീ എന്നിട്ടൊന്നും കഴിച്ചില്ല? ഇല്ലെന്നേ, എനിക്ക് ഇഷ്ടമല്ല. എന്തോ മീൻ ഇഷ്ടമല്ലെന്നോ അതോ ആ മീൻ ഇഷ്ടമല്ല. കൊണ്ടുവന്ന മീൻ ഇഷ്ടമല്ല? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫാസ്റ്റിംഗ് നല്ലതാ, വണ്ണമൊക്കെ ഒന്ന് കുറയും. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നോ? അമ്മ കഴിച്ചു. അത് കൊഴപ്പില്ല കേട്ടോ. അമ്മയല്ലയോ കഴിച്ചത്? അമ്മേ, ഓ നിങ്ങൾ ഒന്ന് വിളിച്ച് ഉപദേശിക്കണം കേട്ടോ. ഈ പ്രശ്നം ഒന്ന് തീർത്തു തരണം. തീർത്തു തരാം. ഒന്നും മോള് വിഷമിക്കണ്ട. പക്ഷേ മോളോട് ഞാനൊരു കാര്യം പറയട്ടെ. മോടെ ഈ ദുശാഠ്യം അങ്ങ് കളയണം കേട്ടോ. ഒന്നിനും ഇങ്ങനെ വാശി പിടിച്ച് ദേഷ്യപ്പെടുവൊന്നും ചെയ്യരുത്. അതാണ് എന്റെ മോളെ പോലെ കണ്ടോ. ഒന്നിനും ഒരു ദേഷ്യവും ഇല്ല, ശാഠ്യവും ഇല്ല. അല്ലേ മോളെ? ഈ ദുശാഠ്യം നമ്മൾ അങ്ങ് ഉപേക്ഷിച്ചേക്കണം. ഉപേക്ഷിക്കണം. വേണ്ട, ഇപ്പൊ തന്നെ അവക്ക് തലവേദനയാന്ന് പറഞ്ഞപ്പോ ഞാൻ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങള് ഡോക്ടറെ അടുത്ത് പോയച്ചും വരുവാ. നിങ്ങൾ തമ്മിൽ എന്തൊരു സ്നേഹം. അയ്യോ വിടല്ലേ മല്ലിക? ഇല്ല. എന്റെ മരുമോളെ നിനക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ. പോലെ ഞാൻ നോക്കുന്നത് എന്നെ ഞാൻ കാണുന്നല്ലയോ. കാണുന്നുണ്ടല്ലോ എന്നും ഇല്ലയോ? ഇപ്പൊ എന്റെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഓരോ ശബ്ദമൊക്കെ കേൾക്കുന്നത് ടിവിയിലാ. മല്ലിയോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ രൂപേഷ് കൊണ്ടുവന്ന മീന് അത് അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു, രൂപേഷിനും ഇഷ്ടപ്പെട്ടു, അവര് കഴിച്ചു. മല്ലിയക്ക് ഇഷ്ടമല്ല. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ഇച്ചിരി അങ്ങ് കഴിച്ചേക്കണം. കഴിക്കണം. അപ്പൊ പ്രശ്നം തീരും. എന്നെ പോലെ. അതെ അതെ, എന്റെ മരുമോൾ അങ്ങനെ. അവക്ക് വേണ്ടെങ്കിൽ ശരി തന്നെ അവൾ അത് കഴിച്ചിരിക്കും. ഇപ്പൊ എന്തായാലും തൽക്കാലം മല്ലിക ചെല്ല്. അമ്മയും രൂപേഷിനെ വിളിച്ച് ഞങ്ങള് സംസാരിക്കാം. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിനെ മാതൃകയാക്കിയാൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഒന്നും ഉണ്ടാകത്തില്ല. ഇതാണ് മാതൃകാ മന്ദിരം എന്ന് മോൾ അങ്ങ് വിചാരിച്ചോ കേട്ടോ. എന്നാ പിന്നെ മല്ലിക ചെല്ല്. പീഡനം സർവത്ര പീഡനം. ആ പ്രാന്തം പിന്നെയും തുടങ്ങി. പ്രാന്തന്റെ കവിത ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് ഈ ലോകത്തില്. പാരകള് മല്ലികയെ വിളിച്ച് 4 കവിത ചൊല്ലി കേൾപ്പിക്കാന്ന് വെച്ചാ അവിടെയും പാര. കളിക്കാൻ ഇവിടെ സ്ഥലം കണ്ടല്ലോ. ടെറസിന്റെ മേലെങ്ങാനും പോയി കളിക്ക്. അവിടെയും തുണി ഉണക്കാനിട്ടിരിക്കുവാ. എന്നാ പിന്നെ റോഡ് സൈഡിലെങ്ങാനും പോയി കളിക്ക്. എന്തിനാ? വണ്ടി ഇടിച്ചാവാനോ? എന്നാ എവിടെങ്കിലും പോയി കളിക്ക്. അല്ലെങ്കിൽ വേണ്ട, നിങ്ങള് ഷട്ടിലടിച്ച് മല്ലികയുടെ മുറ്റത്തോട്ടടിച്ചു. ഡാഡി പോയി എടുത്തോണ്ട്. അല്ല അതെന്തിനാ? അല്ല വീട്ടുമുറ്റത്തോട്ട് ഷട്ടിലടിച്ചിട്ടാലേ അത് ശരിയായ കാര്യമല്ലോ. അതുകൊണ്ടാ ഡാഡി പറഞ്ഞേ. മക്കളിങ്ങ കളിയൊക്കെ മതിയാക്കി മക്കള് പോയി ഹോർലിക്സ് കഴിക്കും. വളരട്ടെ. ചെല്ല്. എന്തോ കള്ളക്കളി മണക്കുന്നുണ്ടല്ലോ. ബ്രാൻഡി കുപ്പി ഉണ്ടോന്ന് നോക്കിയതാ. അയ്യോ, ഒളിച്ചിരുന്ന് അടിക്കാനുള്ള വല്ല പരിപാടി ഉണ്ടോ? അയ്യോ ഇല്ല, ഞാൻ കുടി നിർത്തി. ശരി ഇവരൊക്കെ സിഐഡികളാ, സിഐഡികള്. ഈ മല്ലിക എവിടെ പോയി കിടക്കുന്നു? എന്താ? ശൂശു തവള, ശൂശു പാമ്പ്. ഇവയുടെ സംഗീതത്തിന്റെ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നുവെങ്കിൽ. കവിത ചൊല്ലിയതാടാ പാവം. വാ ഹോർലിക്സ് കുടിക്കാം. ഇതിപ്പോ എങ്ങനെ ഒന്ന് അയക്കുക? കവിത വിമാനത്തിലാക്കി അയക്കാം. അതേ നടക്കും.
തുണി ഉണങ്ങിയോ അമ്മേ? തുണി ഉണങ്ങി. നീ എന്തിനാ ഈ നട്ടപ്പുറ വെയിലത്ത് നിൽക്കുന്നേ? ഭയങ്കര തണുപ്പമ്മേ, കുളിര്. തണുപ്പോ? കുളിര്. എന്നാ വല്ല ഡോക്ടറെ കൊണ്ട് കാണിക്കും, ഉള്ളി പനി കാണും. ഇതെന്തോ നിന്റെ കയ്യില്? ഞാനിത് പ്ലെയിൻ ഉണ്ടാക്കി കളിക്കുകയായിരുന്നു. അയ്യടാ, പ്ലെയിൻ ഉണ്ടാക്കി കളിക്കാൻ പറ്റിയ ഒരു പ്രായം. ഒരു മുലക്കുപ്പിയും കൂടെ വാങ്ങിച്ച് വായിക്കാത്തോട്ട് വെച്ചത് ഇങ്ങനെ വറുത്തടാ. ഞാൻ മൂക്കി കൂടെ പല്ലിറങ്ങി. നിന്നെ എന്റെ വയറ്റിൽ തന്നെ കൊണ്ട് ജനിപ്പിച്ചല്ലോ. കേറിപ്പോടാത്ത എന്താടാ കൊഞ്ചുന്നേ? കാണിച്ചേ ഒറ്റ വീക്കുഞ്ചേരി ഞാൻ കേട്ടോ. അയ്യോ എന്റെ ദൈവം, 2 മക്കളുടെ തന്തയായി എന്നിട്ട് കൊഞ്ചുന്ന അവന്. ആല വലാതി. ഹായ് റോക്കറ്റ്. പ്രിയതമേ, നിനക്ക് മുന്നിൽ ഞാനൊരു കവിതയായി ഒഴുകട്ടെ. നീ ആ കവിതയിലൂടെ ഒഴുകും ചെറുതാമരപ്പൂവ്. അർജുനേട്ടാ, ഞാൻ വെറുതെ വെറുതെയോ? എന്താ പറഞ്ഞേ? വെറുതെ എന്നോ? ഇത് വെറുതെ എന്നോ? ഇല്ല അർജുനേട്ടാ, ഇത് വെറുതെ അല്ല. ഇതെന്നെ എന്റെ കുട്ടിക്കാലത്തിലേക്ക് കൊണ്ടുപോയി അർജുനേട്ടാ. മതി പോസ് കൊടുത്തത്. പ്രണയലേഖനം കലക്കിട്ടോ. ഉന്നം തെറ്റിട്ടെ ആ അമ്മയുടെ മുമ്പിലെങ്ങാനും ചെന്ന് പെട്ടിരുന്നെങ്കിൽ ഇന്നത്തോടെ തീർന്നെ. എനിക്ക് ഉന്നം തെറ്റത്തില്ല മോനോലി, തെറ്റത്തില്ല. പ്രണയലേഖനമല്ല, കവിതയാ. കവിത, എന്റെ കവിത. ഇതും കവിതയോ? ഈശ്വര, എനിക്ക് മനസ്സിലായി. പ്രണയലേഖനം എഴുതാൻ മടിച്ചിട്ട് ചമ്മല് തോന്നിയിട്ട് കവിതയായിട്ട് എഴുതിയിട്ട് എനിക്ക് പ്ലെയിനെ കയറ്റി അയച്ചതല്ലേ? എനിക്ക് മനസ്സിലായി. ഭാര്യമാരിങ്ങനെ പെരുമാറിയ ഏതു കവിയും സ്വന്തം സൃഷ്ടി കൊണ്ട് വിമാനം ഉണ്ടാക്കി പറത്തേണ്ടി വരും. ചേട്ടാ, എന്താ ആലോചിക്കുന്നേ? കവിത. കവിതയോ? കവിത. കവിതയൊക്കെ പിന്നെ ആലോചിക്കാം. ഞാനേ വിറകെടുക്കാൻ വന്നാ, കത്തിക്കാൻ വിറകില്ല. എന്താണ് ചേട്ടനെ കണ്ട സ്ഥിതിക്ക് അത് എടുത്തോണ്ടോ കേട്ടാ. ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കട്ടെ. ഞാനൊരു കലാകാരനാ, എന്നെ കൊണ്ട് ഈ പണിയൊക്കെ. മര്യാദയ്ക്ക് മാറിക്കൊണ്ട് വാ. എടാ അർജുന, എന്തിനാടാ നീ മത്തി വാങ്ങിച്ചോണ്ട് വന്നേ? എനിക്ക് മത്തി കൂട്ടിയ ഗ്യാസ് അളവൊന്നും നിനക്ക് അറിയത്തില്ലയോ? എന്തിനാ നീ ഇത് വാങ്ങിച്ചേ? നിന്റെ വൈഫ് പറഞ്ഞിട്ടാണോ വാങ്ങിച്ചേ? എവിടെയാ അവള്? അതെ, ഞാൻ പറഞ്ഞിട്ട് തന്നെയാ മീൻ മേടിച്ചത്. എന്തേ? നിനക്കറിയത്തില്ലേടി എനിക്കിത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം. എനിക്ക് ഇഷ്ടമാണല്ലോ. നിനക്ക് ഇഷ്ടമല്ലയോ? അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, ഇതങ്ങോട്ട് പുഴുങ്ങി വയറ് നിറച്ചങ്ങോട്ട് തിന്നേച്ച് മലന്ന് കിടന്ന് ഉറങ്ങ് കേട്ടോ. എന്നാലും ഇവിടെ അർജുന, നീ എന്നോട് ഇത് ചെയ്തല്ല. വല്ലപ്പോഴും ഒരിക്കലാ ഞാൻ ഇച്ചിരി മീൻ കൂട്ടണമെന്ന് പറയുന്നത്. ഇത് വാങ്ങിച്ചോട്ട് വരാമോ നീ? ഞാനങ്ങോട്ട് നീ അങ്ങോട്ട് കൊണ്ടുപോടാ നിന്നെ. അയ്യോ, ഇന്ന് നിന്നെ കൊണ്ട് ഞാനിത് കൂട്ടിക്കത്തില്ല. ഞാനിത് വല്ല പൂച്ചക്ക പട്ടിക്ക ഇട്ട് കൊടുക്കും. നിനക്ക് ഇതിന്റെ കൂടെ 2 അയിലയും കൂടെ മേടിച്ചാൽ തരുന്നു. എനിക്ക് അതാ ഇഷ്ടമെന്ന് അറിയത്തില്ലായിരുന്നു. അയ്യോടി, അതാ ഇപ്പൊ കണക്കായി പോയി. അമ്മ നേരത്തെ എന്തോ മല്ലിക വന്നപ്പോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? നിനക്ക് ഇഷ്ടമില്ലാത്ത മീനാണെങ്കിലും അമ്മയുടെയും ഭർത്താവിന്റെയും സന്തോഷത്തിന് വേണ്ടി നീ അത് കൂട്ടണമെന്ന്. അതെ, അല്ലേ? അമ്മയുടെയും ഭർത്താവിന്റെ സന്തോഷത്തിന് വേണ്ടി കൂട്ടണം. അതുപോലെ എന്റെ സന്തോഷത്തിന്റെ അമ്മക്ക് ഇത് കഴിച്ചാൽ എന്താ? അതൊക്കെ അവിടെ വീട്ടില് ഇവിടെ ഇത് നടക്കും. എന്നാ പിന്നെ നിങ്ങളെ കൊണ്ട് തീറ്റിച്ചിട്ടേ ഉള്ളൂ. എന്നെ കൊണ്ട് തീറ്റിക്കും. നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കത്തില്ല. ഇന്ന് ഞാനിത് തീറ്റിക്കുന്നത്. എന്തിനാ അതെല്ലാം കൂടെ എടുത്ത് കളഞ്ഞേ? അതെ, അത് ഒരു പൂച്ച വന്നിട്ടേ അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലത്തെ പൂച്ച ഉണ്ടല്ലോ, എന്ത് സാധനം ഇരുന്നാലും ഇവിടെ വന്ന് തലയിടും. അങ്ങനെ തലയും. പൂച്ചയുടെ പല്ലിനൊക്കെ നല്ല വിഷമല്ലയോ? എല്ലാ മീനും കടിച്ചു വെച്ചിരിക്കുവാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കളഞ്ഞേക്കാൻ. അത് തന്നെ ഇവള് പറഞ്ഞെടുത്താൻ കളയാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ അതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് മല്ലിയുടെ വീട്ടിലത്തെ പ്രശ്നമൊക്കെ തീർന്നോ? ഓ, അമ്മയും മോഹനവല്ലിയും പറഞ്ഞ പോലെ ഞാൻ മീൻ കൂട്ടാനൊക്കെ വെച്ചു.
അമ്മായിമ്മയുടെ കൂടെ ഇരുന്ന് കഴിച്ചു. ആണോ? അല്ലോ ദൈവമേ, നമ്മളെ കൊണ്ട് അത്രേ ഒത്തില്ലയോ. ഒരു പ്രശ്നം തീർന്നപ്പോ എന്റെ അമ്മ പുതിയ പ്രശ്നം തുടങ്ങിയേക്കുവാ. അതെന്തുവാ? ഓ സംശയം അല്ല എന്തുവാ. ആ ഒരു ഫോൺ പോലും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ. ഫോൺ ചെയ്യുമ്പോ ഫുൾ ടൈം. ഇന്നലെ രാത്രി മൊത്തം വഴക്കായിരുന്നു മുഴുവൻ നേരം. ചുരുക്കം പറയാൻ നിനക്ക് മനസ്സമാധാനം ഇല്ല. ഇല്ല ഇല്ല, അതെ, ഈ ഫോൺ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ ശരിയാക്കണം. പൈസ കൊടുക്കണം, പൈസ ഫോണിന്റെ കാര്യമല്ലയോ മോളെ? കുഴപ്പമില്ലല്ലോ, കാശ് തരുമല്ലോ. ആ അപ്പൊ ഒരു കാര്യം ചെയ്, നീ ഇന്ന് രാത്രിയില് രൂപേഷ് അവിടെ വരുമ്പോ ഇങ്ങോട്ടൊന്ന് ഫോൺ ചെയ്. ഞാൻ ഫോൺ എടുക്കാം. ഫോൺ എടുത്തിട്ട് ഞാൻ അവനെ അങ്ങ് കൈകാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞോളാം കാര്യം. നീ വിഷമിക്കണ്ട, നീ ഒന്നും വിഷമിക്കണ്ട. ഒന്നും പറയണ്ട അമ്മ. ഇന്നലെ മോല് മിണ്ടിയിട്ടില്ല. മിണ്ടുന്നില്ലയോ? ഇല്ല. നമുക്ക് അങ്ങ് മിണ്ടിക്കാം. ഇപ്പൊ മിണ്ടിക്കാം. മക്കളെ നീ ഒരു കാര്യം ചെയ്യും. ഇവിടെ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്ന കണ്ടില്ലയോ? അതൊക്കെ നടിച്ചു വാരി വൃത്തിയാക്കി കഴുകണം. ഇല്ല നാറും. എല്ലാം എടുത്തോണ്ടോ? ഞാനും വരാം. വെള്ളം ഞാൻ എടുത്തോണ്ട് വരാം. മോളിലൂടെ കയറി ഇരുന്നാട്ടെ. ചായ വേണോ? വേണ്ടമ്മേ. വേണ്ടല്ലയോ? വെള്ളം വേണോ കുടിക്കാൻ? വേണ്ട. ഇല്ല, ഒന്നും വേണ്ട. അയൽവക്കത്തൊന്നും ഒന്നും കഴിക്കണ്ട കേട്ടോ. ഇവിടെ ഇരിക്കും. നമുക്ക് ലാഭം, നിങ്ങൾക്ക് ലാഭം. പോരാ. ഓടി പോകുന്നേ മല്ലികേ, ഇനി നീ പറ, എന്താ നിന്റെ പ്രശ്നം? ഓ അമ്മായിമ്മയാ പ്രശ്നം. അമ്മായിമ്മ പ്രശ്നമാണോ? ആന്നേ. ഏത് നേരവും രൂപേഷേട്ടൻ വന്നാപ്പ തുടങ്ങും. എന്തുവാ? ഞാൻ ഫോണിലാണ്. ഓ പരദൂഷണം. കള്ളം പറഞ്ഞു കൊടുക്ക ഫുൾ ടൈം. ആണോ? ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. ഒരു കാര്യം ചെയ്യാം, ഞാന് ഇപ്പൊ നിന്റെ കൂടെ അങ്ങ് വീട്ടിൽ വരാം. എന്നിട്ട് നിന്റെ അമ്മായിയമ്മയോട് എല്ലാ പ്രശ്നങ്ങളും സംസാരിച്ച് തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിയിട്ട് ഞാൻ തിരിച്ചു വരാം. ഇനി നിന്റെ പ്രശ്നങ്ങൾ തീർക്കാതെ എനിക്ക് വിശ്രമമില്ല. സത്യമായിട്ടും? സത്യം, പ്രോമിസ്. ഇപ്പൊ വരും. ബാ. അല്ല മോനെ, ആ മല്ലികയുടെ വീട്ടിലെ പ്രശ്നം തീർക്കാൻ പോയാൽ നിങ്ങളുടെ അമ്മയെ കാണുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരുന്നതാ. എന്താ മമ്മി, പ്രശ്നം തീർന്നോ? പ്രശ്നം എന്താടി? അവളുടെ വീട്ടിൽ പോയോണ്ട് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റി. എന്താ പറ്റി? എന്തായാലും അമ്മയെ കുറിച്ച് ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല അമ്മേ. എന്തോ ഈ പറയുന്നേ? എന്തൊക്കെ നോണേ അമ്മ എന്നെ കുറിച്ച് അവിടെ പോയി പറഞ്ഞേക്കുന്നേ? നോണയോ? ഞാനോ? അതെ, ഞാനിവിടെ ഒരു ജോലിയും ചെയ്യുന്നില്ല, സദാസമയം മേക്കപ്പ് ഇട്ട് കിടന്ന് ഉറങ്ങുക. അമ്മയുടെ മുട്ടുകാലില് എന്തിനാ ഉള്ള അമ്മയുടെ മുട്ടുകാലില് വേദന ഉണ്ടല്ലോ, അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി വഴിപാട് നടത്തി പോലും. മേക്കപ്പ് ഇട്ട് കിടന്ന് ഉറങ്ങുന്നു ഞാൻ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് മല്ലിക പറഞ്ഞു എന്നോട് എല്ലാം. എന്റെ ദൈവമേ, ഇത് എന്തുവാ ഈ പറയുന്നേ പെണ്ണ? മലയാളം, പച്ച മലയാളം, സത്യം. പ്രശ്നം തീർക്കാൻ പോയ മമ്മിയെ പ്രശ്നക്കാരെ ആക്കിയാണല്ലോ വിട്ടത്. നീ മിണ്ടരുത്. എടി നീ അവളെ വിളിക്കട്ടെ, ഇന്ദ്രവളെ. ഞാൻ എന്താ നിന്നെ പറ്റി പറഞ്ഞതെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. എന്താ പറഞ്ഞെന്ന് അറിയണമല്ലേ? പിന്നെ ഞാനേ അമ്മയുടെ കഴുത്ത് കഴിച്ച് കൊല്ലാൻ നോക്കിയെന്ന് വരെ ഇരിക്കുന്നിടം താന്നു പോകും. എനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറം അമ്മേ. ഇനി ഞാൻ എന്തായാലും അത് സഹിച്ച് ഇവിടെ നിൽക്കത്തില്ല. എനിക്ക് പറ്റത്തില്ല ഇവിടെ നിൽക്കാൻ. ഞാൻ പോവാ. എനിക്ക് നിൽക്കാൻ പറ്റും. ഞാൻ എന്റെ വീട്ടിൽ പോവാ. എന്തായാലും ആ മല്ലിക എന്തോ നുണയാ അവളോട് പറഞ്ഞു കൊടുത്തേ. അവളെ എന്റെ കൈ കിട്ടട്ടെ, അല്ലെങ്കിൽ ഞാൻ പോയി ചോദിച്ചാലോ? ഇപ്പൊ വേണ്ട, വെയിറ്റ് ചെയ്യൂ. സത്യത്തിൽ അച്ഛമ്മ നുണ വല്ലതും പറഞ്ഞായിരുന്നോ? അതാണ്ട് ഒരൊറ്റ നിന്റെ മമ്മിയല്ല ഞാൻ കേട്ടോ നുണ പറഞ്ഞ നടക്കാൻ. എന്താ പ്രശ്നം? എന്താ പിള്ളേരെ? എന്റെ മോനെ നീ ഇവിടെ ഇരുന്നേ പറയട്ടെ. ഇതാണ്ട് ആ ഇന്ദ്രവള ഇല്ല മല്ലിക, അവള് നിന്റെ ബൈബിന്റെ അടുക്കലേ എന്നെ പറ്റി എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. ഞാൻ അവിടെ അടുക്ക പോയി എന്തോ നുണ പറഞ്ഞോ? എനിക്ക് എന്നും അറിയാൻ വയ്യ എന്റെ പൊന്നുമോനെ, എന്തൊക്കെ കുത്തിത്തിരിപ്പ ഇവിടെ നടക്കുന്നതെന്ന് അറിയാമോ? മല്ലിക പാവാ. വലിയ പാവാണോ? ഏതാണോ പിന്നെ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ നിന്റെ ബൈബാണോടാ മോശം? മോശം നിങ്ങളിത് മേടിക്കുന്നേ. നിനക്ക് ഇങ്ങനെ ഒരു ഭാവമുണ്ടോ? എപ്പോ നോക്കിയാലും ഇങ്ങനെ. ഇതെന്തോ കവിതയാ? അവളെ ചൊല്ലിക്കേൾപ്പിക്കാൻ നടക്കുമായിരിക്കും നീ കവിതയും കൊണ്ട്. അത് തന്നെ അവള് പാവാന്ന് നീ പറയുന്നേ. അയ്യോ, എപ്പോഴും വിളിച്ചു. മല്ലികേ, നിന്നെ ഞാൻ നോക്കിയിരിക്കുവായിരുന്നടേ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അല്ല, നീ എന്തൊക്കെയാ എൻ്റെ മരുമോടെടുക്ക എൻ്റെ കുറ്റം പറഞ്ഞു കൊടുത്തത്? ഞാനെന്താ മഹാ ചീത്തയാണെന്നോ മഹാ വല്ല വൃത്തികെട്ട അമ്മായിയമ്മയാണെന്നോ ഒക്കെ നീ പറഞ്ഞു കൊടുത്തില്ലയോ? എനിക്കറിയത്തില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അയ്യോ, നീ ഒന്നും
ഒന്നും പറഞ്ഞിട്ടില്ല. ഹരിചന്ദ്രമതി. എടി അവളിവിടെ ഫുൾ ടൈം മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുക, പണിയൊന്നും ചെയ്യുന്നില്ല, എല്ലാ ജോലിയും ഞാനാ ചെയ്യുന്നത്, എപ്പോ നോക്കിയാലും അവള് ഭർത്താവിന്റെ പുറകെ നടക്കുവാന്നൊക്കെ ഞാൻ നിന്നോട് വന്ന് പറഞ്ഞെന്നൊക്കെ നീ പറഞ്ഞില്ലോടി? എന്റെ അമ്മയെ മോഹനവല്ലി ചേച്ചിയാ പറഞ്ഞത്. എന്താ പറഞ്ഞു? അമ്മേനെ പറ്റിയുള്ള കുറ്റം മൊത്തം എന്റെ അടുത്ത്. എന്താ പറഞ്ഞോള്? ഓ എന്തോ പറയാത്ത മോഹനവല്ലി ചേച്ചി ഇവിടെ മൊത്തം പണിയെടുത്ത് നടുവൊടിയുക, അമ്മ ഒന്നും ചെയ്യത്തില്ല, അമ്മ വെറുതെ കാലുമേ കാലം കയറ്റി ഇരിക്കുക, എന്തൊക്കെയാ പറയാത്തെ? അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. എനിക്ക് അപ്പോഴേ തോന്നി ഇത് അവിടെ കൈ തന്നെയാണെന്ന് കേട്ടോ. എന്നിട്ട് കേക്കടാ, എന്നെ പറ്റി പോയി കുറ്റം പറഞ്ഞു കൊടുത്തിരിക്കുന്ന കണ്ടോ? അവള് നിന്റെ വൈഫ് എടി പിന്നെ എന്തൊക്കെയാടി പറഞ്ഞത്? അമ്മ മരിച്ചിട്ട് വേണം ഈ വീട് മാറും. മരിച്ചിട്ടേ ഈ വീട് മാറണം. പിന്നെ പിണങ്ങി കുറച്ചു ദിവസം സ്വന്തം വീട്ടിൽ പോയി നിൽക്കും. ആ സമയത്ത് അമ്മ പണിയെടുത്ത് ചാവട്ടെ എന്ന് വരെ പറഞ്ഞു. ദൈവമേ കേട്ടോടാ, എനിക്കിതൊന്നും കേൾക്കാം. ഞാനിത് ചോദിച്ചിട്ടല്ല കാര്യം. ആർക്കാണ് ഒന്ന് ചോദിക്കണം. ഇന്നിവിടെ എന്തെങ്കിലും ഒക്കെ നടക്കും. വാ നോക്കാം. വാ മല്ലിക ഇരിക്കും. ശരി, ഞാൻ കവിതയൊന്ന് വായിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇത് 15 കവിതകളുണ്ട്. മല്ലിക ഇത് വീട്ടിൽ കൊണ്ട് വായിച്ചിട്ട് തിരിച്ചു തന്നാൽ മതി. വായിക്കണം. എനിക്ക് മല്ലിക മാത്രമേ ഉള്ള ഒരു ആരാധിക. ഞാൻ പോട്ടെ. ശരിയേ, വായിക്കണേ. പിന്നെ വായിക്കാം. ഇവളിത് എപ്പോ വായിച്ച് തീർക്കും? അയൽ വീട്ടിലെ പ്രശ്നം തീർക്കാൻ പോയി ഇവിടെ പ്രശ്നമായി. മല്ലിക ആള് കൊള്ളാവല്ലോ. മല്ലികയ്ക്ക് വേണ്ടി ഞാൻ ഇനിയും കവിത എഴുതും. നീ ഇവിടെ കപ്പലും വെള്ളം ഉണ്ടാക്കൊണ്ടിരുന്നോ? നീ ഇത് കണ്ടോ? ഡാഡിയുടെ മൊബൈൽ കണ്ടോ? ഓ മൈ ഗോഡ്, മല്ലികാന്റിയും ഡാഡിയും. നമ്മുടെ ഡാഡിക്ക് ഇത് എന്ത് പറ്റി? ഡാഡിയുടെ കാര്യം പോട്ടെ, അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ മല്ലികാന്റിക്ക് ഇത് എന്തിന്റെ സോക്കേടാ? ചിലപ്പോൾ ഡാഡിയുടെ കവിതയിൽ വീണ് കാണും. ഏയ്, മല്ലികാന്റിക്ക് അത്ര ബുദ്ധിയില്ലാണ്ടാവൂ. ഇവരൊക്കെയായാലും നീ പോയി മമ്മിയെ വിളിക്ക്, ഇത് അപകടമാ. മമ്മി, മമ്മി വരുന്നത് എന്തുവാ? ഹായ് ബോട്ട് ഞാനും ഉണ്ടാക്കാം. ബോട്ടൊക്കെ പിന്നെ ഉണ്ടാക്കി, ഇതൊന്ന് കണ്ടേ. എന്തുവാ നോക്ക്. എന്താടി എടി, എന്തിനാ കുത്തിയിരുന്ന കാര്യം എന്താന്ന്? അപ്പൊ ഇതിനായിരുന്നു മല്ലിക നമ്മളെ തമ്മിൽ പണക്കാൻ ശ്രമിച്ചതില്ലേ? എനിക്ക് ന്യായം വേണ്ടമ്മ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. അയ്യോ, അതാ നല്ലത്. എന്റെ മോളങ്ങ് വീട്ടിലോട്ട് പോ. അല്ല, തോറ്റു മടങ്ങുകയാണോ വേണ്ടത്? അവനെ അവളെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കണം. അത് കഴിഞ്ഞിട്ട് പോകാം. എടാ അർജുന എന്താ അമ്മേ? എന്താണെന്നോ? എടാ ഇതെന്തോ ഇത്? എന്റെ ഫോൺ. എടാ ഇതിനകത്ത് ഈ മല്ലികയുടെ നിന്റെ ഫോട്ടോ എങ്ങനെ വന്നെന്നാ ചോദിച്ചത്? അതാ ഞാനും ചോദിക്കുന്നത്. എന്താന്ന്? അല്ല, ഫോട്ടോ എങ്ങനെ വന്നെന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വന്നെന്ന്. മര്യാദക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ മഞ്ജന കുറ്റത്തിന് കോടതി കേസ് കൊടുക്കും. അതെ, എന്റെ മോനവല്ലി, ഈ മോഹൻലാലിനോടൊപ്പം നിന്ന് എത്ര ആരാധികമാര് ഫോട്ടോ എടുക്കുന്നു? അത് മോഹൻലാല്. നീയോ? അല്ല, അതുപോലെ ഈ ONV കുറിപ്പിനോടൊപ്പം നിന്ന് എത്ര ആരാധികമാര് ഫോട്ടോ അത് എടുക്കുന്നു? ONV കുറിപ്പ്. അപ്പൊ നീയോ? അതുപോലെ മഹാകവി അർജുന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ തയ്യാറായിട്ടുള്ള എടാ നിന്നെ ഇതിന് മാത്രമേ കൊള്ളാവുള്ളൂ, അവരെ മറ്റു പലതിനും കൊള്ളാം. അതറിയാമോ നിനക്ക്? അന്തസ്സുള്ള ആൾക്കാരുടെ കൂടെ അവരുടെ കൂടെ പേര് കെടുത്താൻ വേണ്ടിട്ട് മഹാകവി ഇറങ്ങിയിരിക്കുന്നു. പറ, എങ്ങനെ ഈ ഫോട്ടോ ഇതിനകത്ത് വന്നത്? അല്ല, ഈ ഉള്ളവന് ഒരേ ഒരു ആരാധികയേ ഉള്ളൂ, അത് മല്ലിക. പിന്നെ ഒരു ഫോട്ടോ എടുത്തെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞ് വീഴത്തൊന്നുമില്ല. എന്റെ അമ്മ, ഇത് മുഴുവൻ കള്ളത്തരവാ. നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ ഇതൊക്കെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വക്കീലിനെ പോയി കാണാം, ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്കാം. അതെ. ഇതേ എന്റെ മോനൊക്കെ ശരിയാ, പക്ഷെ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഞാൻ കൂട്ടു നിൽക്കത്തില്ല. നിന്നെ ഞാൻ ശരിയാക്കും. എന്തോ ഇവിടെ നീ ഓടുന്നേ? എടി മല്ലിക, മൂടി അലങ്കാരി, നീ എന്റെ ചെറുക്കനെ മയക്കിയോടി.
എന്തോ അമ്മ ഈ പറയുന്നേ? എന്തോ പറയുന്നെന്നോ? എന്റെ മോനെ മയക്കുന്ന പോലെ ഇപ്പൊ എന്തോ പറയുന്നത് ഞാൻ പറഞ്ഞു തരണോടി. എന്റെ അമ്മ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്തുവാ? നിങ്ങളുടെ ഉപദേശം കാരണമേ ആ. ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം എല്ലാം തീർന്നു. എല്ലാ പ്രശ്നവും കഴിഞ്ഞു. ഓ അപ്പൊ ഞങ്ങളുടെ വീട്ടില് പ്രശ്നം ഉണ്ടാക്കി. ഞാനോ? അറിഞ്ഞേട്ടാ, അതെ, ഞാൻ 2 ദിവസം കാണത്തില്ല കേട്ടോ. ഞാൻ രൂപേഷനും ടൂർ പോവാ. ലഡുവാ രൂപേഷൻ തന്നു വിട്ടതാ. കഴിക്കണേ. നിക്കടി അവിടെ. ഞങ്ങളുടെ കുടുംബം കലക്കി വെച്ച അവള് എന്താടി എന്താ ഇവിടുത്തെ പ്രശ്നം ആദ്യം തീർക്ക്. അല്ല അവള് നമ്മുടെ കുടുംബം കലക്കിയതല്ലേ? ആണ്, പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി എനിക്ക്. എന്തുവാ? നമുക്ക് വക്കീലിനെ കാണാൻ പോണോ വേണ്ടയോ? വക്കീലിനെ കാണാൻ പോണം. അവള് പറഞ്ഞ ഒന്നും വിശ്വസിക്കണ്ട, വക്കീലിനെ കാണാൻ പോണം. ഇവനെ കള്ളൻ, ഇവൻ കള്ളൻ. അല്ല, മല്ലി ഏതായാലും സ്നേഹമായിട്ട് തന്നല്ലേ, ഈ ലഡു നമുക്ക് കഴിക്കാം. ഇപ്പഴും മല്ലിക ഞാനുണ്ടല്ലോ ഭർത്താവായിപ്പോയി. അല്ലെങ്കിൽ എന്റെ ചേട്ടാന്ന് വിളിച്ച നാക്കോട്ടെ അല്ല, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കഴിക്കും. എന്നാലും എന്റെ മല്ലിക എന്തുവാടാ? അയ്യോ, അവൾക്ക് വലിയ ഇഷ്ടമല്ലേ നിന്റെ കവിത, അതുകൊണ്ടാ ഇങ്ങനെ മധുരം പൊതിഞ്ഞോണ്ട് നടക്കുന്നേ. അയ്യടാ, അയ്യോ, നീ അങ്ങ് വിശ്വസിച്ചു അവളെ, ഇല്ലയോ? അവള് കരിങ്കല്ലിയാണ് അവള്. അതെ, അവളെ നീ അങ്ങ് വിശ്വസിച്ചു. ഇതിലും ഭേദം ചേട്ടന്റെ അമ്മയും ഭാര്യയും തന്നെയാ. ഞങ്ങളൊന്നുമില്ല, കുറെ നാളെ വേട്ടണ്ടെന്നില്ല ഇരുന്നല്ലോ ഇതുപോലെ. അമ്മയും കൊള്ളാം, ഭാര്യയും കൊള്ളാം, ആരാധികയും കൊള്ളാം. ആരാ? ആരാധിക. അയ്യോ മോളെ, ഈ കവിതയുടെ പേര് കണ്ടോടി? കാണാമറയത്തെ നീർക്കോലി. അവക്ക് പറ്റിയ പേര്. കാണാമറയത്തെ നീർക്കോലിയും കൊണ്ട് നടക്കുന്നവന്. അതല്ലാതെ